PostgreSQL പ്രോഗ്രാമിംഗ് ലാബ്. നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ടേബിളിലെ കണ്ടന്റ് ആണ്. ഓക്കെ, സോ ക്രിയേറ്റ് എ ടേബിൾ പ്രോഡക്റ്റ് കോഡ്, ദെൻ പ്രോഡക്റ്റ് നെയിം, കാറ്റഗറി, ക്വാണ്ടിറ്റി, പ്രൈസ്. ഇത്രയും ആട്രിബ്യൂട്ടുകൾ ആ കോളം നെയിംസ് അവൈലബിൾ ആക്കണം. ഓക്കെ, അങ്ങനെയുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടേബിളിന്റെ പേര് എന്തായിരിക്കും? പ്രോഡക്റ്റ് പറഞ്ഞ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. Then insert some records, write the queries, perform the following. അതിനുശേഷം കുറച്ച് ഡാറ്റ ഇൻസേർട്ട് ചെയ്യും. ക്വറി ഉപയോഗിച്ചിട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യും. ഇൻസേർട്ട് ചെയ്തതിനു ശേഷം താഴെ പറഞ്ഞ ക്വറീസ് നമുക്ക് എന്ത് ചെയ്യാം? ഫോളോ അപ്പ് ചെയ്യാം. ക്ലിയർ? നോക്കാം എങ്ങനെ റൺ ചെയ്യാം. ഓർമ്മയുണ്ടോ? ഫോർ ആൾ ആപ്ലിക്കേഷനിൽ ആൾ പ്രോഗ്രാംസും നമ്മുടെ PostgreSQL 9.6 അല്ലേ? ഇതിൽ ഏതായിരുന്നു? SQL ഷെൽ PLSQL. സോ ലോക്കൽ ഹോസ്റ്റ് ബൈ ഡിഫാൾട്ട് ലോക്കൽ ഹോസ്റ്റ് ആണ്. ഡിഫാൾട്ട് ഡാറ്റാബേസ് പോസ്റ്റ്ഗ്രസ് ആണ്. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്താൽ മതി. ഡിഫാൾട്ട് പോർട്ട് നമ്പർ 5433 ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചേഞ്ച് ചെയ്യാം. അതാണ് അവിടെ ബ്ലിങ്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് വേറെ പോർട്ട് നമ്പർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ബൈ ഡിഫാൾട്ട് കൊടുക്കുന്ന ഏറ്റവും ബെറ്റർ. ദെൻ ലാസ്റ്റ് വരുന്ന യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് എന്ന യൂസർ നെയിം ആണ്. ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ അതന്നെ യൂസ് ചെയ്യും. ദെൻ അതിൻ്റെ പാസ്വേഡ്, ആ യൂസർ നെയിമിൻ്റെ പാസ്വേഡ് നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട്. നമ്മൾ ഇൻസ്റ്റാളേഷൻ സമയത്ത് കൊടുക്കുന്ന പാസ്വേഡാണ് യൂസ് ചെയ്യുക. അതന്നെ യൂസ് ചെയ്യണം. അതാ ഇൻസ്റ്റാളേഷൻ സമയത്ത് പോസ്റ്റ്ഗ്രേസ് എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് യൂസർ ഉണ്ടാവും, അതിന്റെ പാസ്വേഡാണ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ യൂസറിന് എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ആ യൂസർ. അതിനുശേഷം അതിന്റെ പാസ്വേഡ് ആ സമയത്ത് എൻ്റർ ചെയ്ത പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ആയി വരും. കറക്റ്റ് ഇതെല്ലാം ഓക്കെ ആണ്. എന്ത് ചെയ്യും? ഇതുപോലെ പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞ ആ യൂസറിൽ ഇവിടെ വന്ന് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതേ കണ്ടന്റ് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും? കമാൻഡ് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റും. മൈക്രോസോഫ്റ്റ് ഡോസിന്റെ CMD കമാൻഡ് പ്രോംപ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കി എന്ത് ചെയ്യാം? അപ്പോൾ അവിടെ ഇതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് അവിടെ കാണിക്കാം. ഏതാ മെത്തേഡ് യൂസ് ചെയ്യുക? കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം PSQL സ്പേസ് -u, യൂസർ നെയിം ആണ് യു എന്ന് കൊടുക്കുന്നത്. ദെൻ പോസ്റ്റ്ഗ്രസ് ആണ് അതിന്റെ യൂസർ നെയിം ബൈ ഡിഫോൾട്ട് വരുന്നത്. നമുക്ക് യൂസർ നെയിം ഏതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, പോസ്റ്റ്ഗ്രസ്. ദെൻ ഏതാണോ ഡാറ്റാബേസ്, ആ ഡാറ്റാബേസ് ഏതാണോ മെൻഷൻ ചെയ്യാം, ഡാറ്റാബേസിന് നെയിം കൊടുക്കാം. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എന്ത് ചെയ്യും? ഇതുപോലെ യൂസർ ഏതാണോ ആ യൂസർ വന്നു. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബൈ ഡിഫോൾട്ട് യൂസർ നെയിം ഏതാണോ ആ യൂസർ നെയിമിലാണ് വന്ന് നിൽക്കുക. പക്ഷെ PostgreSQL ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ ക്വറി ടൈപ്പ് ചെയ്യണം. എന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ താഴെ ആ ഏത് യൂസർ ആണോ ആ യൂസർ അവിടെ വന്ന് നിൽക്കുക. ക്ലിയർ? അപ്പൊ നമുക്ക് ഇനി ക്വറി നോക്കാം. ക്വറി എന്താ വേണ്ടത് ചെയ്യാൻ നോക്കാം. ഇവിടെ പറയണ്ടേ ഏതാ? ടേബിൾ പ്രോഡക്റ്റ് പറഞ്ഞാൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ ആട്രിബ്യൂട്ട് ഏതൊക്കെയാ? പ്രോഡക്റ്റ് കോഡ്, പ്രോഡക്റ്റ് നെയിം, കാറ്റഗറി, ക്വാണ്ടിറ്റി, പ്രൈസ്. ഓക്കെ, നമുക്ക് ആ കോഡ് ടൈപ്പ് ചെയ്ത് നോക്കാം. യെസ്, ഓക്കെ. ക്രിയേറ്റ് ടേബിൾ പ്രോഡക്റ്റ് കോഡ് varchar3 പ്രൈമറി കീ. പ്രോഡക്റ്റ് കോഡ് പ്രൈമറി കീ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രൊഡക്റ്റ് നെയിം varchar15. കാറ്റഗറി, ആ പ്രൊഡക്റ്റിന് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? varchar20. ദെൻ ക്വാണ്ടിറ്റി ഇൻറ്റീജർ കൊടുത്തിട്ടുണ്ട്, പ്രൈസും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? എൻ്റർ പ്രസ് ചെയ്തപ്പോൾ ടേബിൾ ക്രിയേറ്റ് കണ്ടോ? ക്രിയേറ്റ് ടേബിൾ എന്ന് വന്നു. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ടേബിൾ ഒന്ന് ഡിസ്ക്രിപ്ഷൻ നോക്കാം. അതിന്റെ സ്കീം ഒന്ന് കാണാം. /d /d. ദെൻ ടേബിൾ നെയിം പ്രോഡക്ട്സ്. ഓക്കെ, സെമികോളൻ. നമ്മുടെ സ്കീമ കണ്ടോ? ടേബിളിന്റെ സ്കീമ വന്നാണ്. പ്രോഡക്റ്റ് കോഡ്, varchar ഡീറ്റെയിൽസ്, പ്രൈമറി കീ കൊടുത്തിട്ടുണ്ട്. പ്രൈമറി കീ പ്രോഡക്റ്റ് _p കീ. ഈ ടേബിൾ നെയിം _p കീ ടേബിളിന്റെ കീയാ പറഞ്ഞത്. ടേബിളിന്റെ പ്രൈമറി കീ p കീ ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഷോർട്ട് അങ്ങനെ വരും. പ്രൈമറി കീ സെറ്റ് കൊടുത്തത് ഏതാണ്? പ്രൊഡക്റ്റ് _കോഡ്. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് സം റെക്കോർഡ്സ് എന്ന് പറഞ്ഞു അല്ലെ? ഇൻസേർട്ട് സം റെക്കോർഡ്സ്. നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡാറ്റ എല്ലാം കൂടി ടൈപ്പ് ചെയ്ത് വെച്ചു. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഡാറ്റ ചെയ്തിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, സോ ഇൻസേർട്ട് ഇൻ ടു പ്രോഡക്ട്സ് വാല്യൂസ് 101 Lexi pen 27.5. ഇതാണ് ഫസ്റ്റത്തെ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് 101. ഫസ്റ്റത്തെ വരുന്ന പ്രൊഡക്റ്റ് കോഡ് 101. പ്രൊഡക്റ്റ് നെയിം ലെക്സി. ദെൻ കാറ്റഗറി പെന്നിന്റെ കാറ്റഗറിയാണ് ലെക്സി എന്ന് പറയുന്നത്. അതുപോലെ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയാണ്? 27 ക്വാണ്ടിറ്റിയാണ്. അതുപോലെ പ്രൈസ് എത്ര? 5 rupees. ഓക്കെ, അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. ഇത് കുറച്ച് ഈസി മെത്തേഡാണ്. ബൈ ഡിഫോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ? ഇൻസേർട്ട് ഇൻ ടു പ്രോഡക്ട്സ് ഇൻ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കും? പ്രൊഡക്റ്റ് കോഡ്, പ്രൊഡക്റ്റ് നെയിം, കാറ്റഗറി, ക്വാണ്ടിറ്റി,
പ്രൈസ് എന്നൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അതിനുശേഷം വാല്യൂസ് എന്ന് എഴുതിയതിനു ശേഷം ഈ വാല്യൂ ടൈപ്പ് ചെയ്യും. അങ്ങനെയാണ് ബൈ ഡിഫോൾട്ട് എന്ത് ചെയ്യുക, ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ ഡാറ്റയും അത് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂക്ക് അസൈൻ ചെയ്ത് കിട്ടും. ഇനി ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു സീക്വൻസ് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. അതായത് പ്രൊഡക്റ്റ് കോഡിന്റെ സീക്വൻസ് നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഇതുപോലെ കൊടുക്കാം. 101 ഫസ്റ്റത്തെ വാല്യൂ അസൈൻ ചെയ്യും, ലെക്സി സെക്കൻഡ് വാല്യൂ. ഈ സീക്വൻസ് മാറിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ കൊടുത്ത ലെക്സിക്ക് പകരം ഇവിടെ 27 കൊടുത്ത് വിചാരിക്കുക, എറർ വരും. അപ്പോൾ അതുകൊണ്ടാണ് ബൈ ഡിഫോൾട്ട് ഈ ഒരു ആട്രിബ്യൂട്ട്സുകളെല്ലാം കോളം നെയിം ഇവിടെ സ്പെസിഫൈ ചെയ്യണം, അതിനുശേഷം ഇത് കൊടുക്കണം. പക്ഷേ ഇതൊരു കുറച്ച് ഈസി മെത്തേഡാണ്, ഓരോന്നും നമുക്ക് ഇതുവരെ ഇൻസെർട്ട് ചെയ്യാം. ഓക്കെ, എൻട്രി കീ പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ, കണ്ടോ, ഇൻസെർട്ട് ഇൻ ടു കണക്ട് വാല്യൂ, ഇൻസെർട്ട് 1, ഒരു റോ ഇൻസെർട്ട് ആയി. സെക്കൻഡ് റോ നോക്കി, ഇൻസെർട്ട് ഇൻ ടു വാല്യൂ പ്രൊഡക്റ്റ് 102 കോൾഗേറ്റ് പേസ്റ്റ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. കണ്ടോ, അത് ഇൻസെർട്ട് ആയി. ഇങ്ങനെ ഞാൻ കോപ്പി ചെയ്ത് വെച്ച കോഡ് കൊറീസ് വരും, നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് ലാസ്റ്റ് വാല്യൂ എൻ്റർ ചെയ്തു. 110 ക്ലാസിക് ബുക്ക് 3432. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. എങ്ങനെ, സെലക്ട് സ്റ്റാർ ഫ്രം എന്തായിരുന്നു, പ്രോഡക്ട്സ്. ഓക്കെ അല്ലേ, ഇതുണ്ടോ, ലെക്സി പെന്ന്, കോൾഗേറ്റ് പേസ്റ്റ്, ഹമാം സോപ്പ്, സെല്ലോ പെന്ന്, ക്ലാസ്മേറ്റ് അത് ബുക്കാണ്, അതുപോലെ കോൾഗേറ്റ് പേസ്റ്റ് ആണ്, നെറ്റ്രാജ് പെൻസിൽ, ലെക്സ് സോപ്പ്, ക്യാമൽ പെൻസിൽ, ക്ലാസിക് നോട്ട്ബുക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എല്ലാം ഇതുപോലെ നമുക്ക് എൻ്റർ ചെയ്തു. ഒരു 10 വാല്യൂസ് 10 റോസ് കണ്ടോ, 10 വാല്യൂസ് അവൈലബിൾ ആക്കിയിട്ട് ഇപ്പൊ ടേബിളിലൊക്കെ ഡാറ്റ ഇൻസെർട്ട് ആയി. ഇനി നമ്മൾ കുറി ചെയ്തില്ല, ഇപ്പോഴും കുറി തുടങ്ങിയില്ല. ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ഡാറ്റ ഇൻസെർട്ട്, അത്രേ ഉള്ളൂ. കുറി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഡിസ്പ്ലേ ദ റെക്കോർഡ്സ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് പ്രൊഡക്റ്റ് നെയിം. പ്രൊഡക്റ്റിംഗ് ഓർഡറിന്റെ, അതായത് പ്രൊഡക്റ്റ് നെയിമിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ റെക്കോർഡ്സ് പ്രിന്റ് ചെയ്യാം. ഡിസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാം. നോക്കിയേ, കുറി നോക്കിയേ, സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സിലെ എല്ലാ വാല്യൂസും പ്രിന്റ്, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഓൾ എന്നാണ്, എല്ലാം പ്രിന്റ് ചെയ്യിപ്പിക്കണം. ഓർഡർ ബൈ, ഓർഡർ ചെയ്യണം അല്ലെ. എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് നെയിം ബേസിലാണ് ഓർഡർ ചെയ്യേണ്ടത്. ഇനി DESC ഡിക്രീസിങ് ഓർഡർ. അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴോ അത് ബൈ ഡിഫോൾട്ട് ഇൻക്രീസിങ് ഓർഡറിലാണ്, അത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസെൻഡിങ് ഓർഡറിലാകുമ്പോൾ എന്ത് ചെയ്യണം, DESC ഡിസെൻഡിങ്, അതിന്റെ ചുരുക്കം ഇവിടെ കൊടുക്കണം. അസെൻഡിങ് ഓർഡറിലാണ് അതിന്റെ ആവശ്യമില്ല, ബൈ ഡിഫോൾട്ട് അസെൻഡിങ് ഓർഡറിലാണ് പ്രിന്റ് ചെയ്ത് വരിക. അപ്പൊ നമുക്ക് ഡിസെൻഡിങ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ ടൈപ്പ് ചെയ്യണം, ഈ ഒരു കണ്ടന്റ് DESC. ഓക്കെ, എൻ്റർ എടുത്തു കഴിഞ്ഞാൽ കണ്ടന്റ് വരും. ഇവിടെ ഫസ്റ്റ് വരുന്ന ഡിസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ ഏറ്റവും ലാസ്റ്റാണ് വരുന്നത്, ABC എല്ലാം C ആണല്ലേ. C കഴിഞ്ഞിട്ടാണ് H വരുന്നത്, LNM. ഓക്കെ, അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, ഡിസ്പ്ലേ പ്രോഡക്റ്റ് കോഡ് പ്രോഡക്റ്റ് നെയിം വിത്ത് പ്രൈസ് ബിറ്റ്വീൻ 20 and 40. അപ്പോൾ 20ന്റെയും 40ന്റെയും ഇടയ്ക്ക് പ്രൈസ് വരുന്ന ഏതെല്ലാം പ്രൊഡക്റ്റ് ഉണ്ടോ ആ പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്റ്റ് നെയിം പ്രിന്റ് ചെയ്യണം, പ്രൊഡക്റ്റ് കോഡും പ്രിന്റ് ചെയ്യണം. പ്രൈസ് ബിറ്റ്വീൻ 20 and 40 എന്നാ പറഞ്ഞു. നോക്കാം, കോഡ് നോക്കാം. ക്വറി, സെലക്ട് പ്രോഡക്റ്റ് കോഡ് പ്രോഡക്റ്റ് നെയിം, രണ്ടും പിക്ക് ചെയ്തു. ഫ്രം പ്രോഡക്റ്റ് എന്ന ടേബിളിലെ പ്രൊഡക്റ്റ് നെയിമും പ്രൊഡക്റ്റ് കോഡും പിക്ക് ചെയ്തു. വേർ പ്രൈസ് ബിറ്റ്വീൻ 20 and 30. ആ ഒരു സെന്റൻസ് അതുപോലെ എഴുതി വെച്ച പോലെ ഉണ്ട് അല്ലേ. ഓക്കെ, എൻ്റെ കണ്ടോ, പ്രൊഡക്റ്റ് കോഡ് പ്രൊഡക്റ്റ് നെയിം. ഇവരെ പ്രൈസ് എത്ര വരുന്നത്, കോൾഗേറ്റ് ഹമാം ക്ലോസർ, കോൾഗേറ്റ് എത്ര പ്രൈസ് വരുന്നത് 34 അല്ലെ. 20ന്റെയും 40ക്ക് ഇടയിലാണ് വരുന്നത് അല്ലേ ആ ഒരു കണ്ടന്റ്. അതുപോലെ ഹമാം സെയിം കണ്ടന്റ് 23, 20ക്കും 40ക്കും ഇടയ്ക്ക് വരുന്നത്. അങ്ങനെയല്ല കണ്ടത് 5 റോസ് 5 ക്വാണ്ടിറ്റീസ് അവൈലബിൾ, 5 വാല്യൂസ് ഉണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കുറി നോക്കി, ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് പ്രോഡക്ട്സ് വിച്ച് ബിലോങ് ടു ദ കാറ്റഗറീസ് ഓഫ് സോപ്പ്, പേസ്റ്റ്, പെൻ. ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് പ്രോഡക്ട്സ്. പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യണം. കണ്ടീഷൻ പറയട്ടെ, ഏതാ, ബിലോങ്സ് ടു കാറ്റഗറീസ് ഓഫ് സോപ്പ്, പേസ്റ്റ്, പെൻ. സോപ്പ്, പേസ്റ്റ്, പെൻ ഈ 3 കാറ്റഗറിയുള്ള കണ്ടന്റുകൾ മാത്രം പ്രിന്റ് ചെയ്യിപ്പിക്കുക. അത്തരം പ്രോഡക്ട്സുകൾ മാത്രം പ്രിന്റ് ചെയ്യാനുള്ള കൊറിയ ചോദിക്കുന്നത്. ഓക്കെ, സെലക്ട് പ്രോഡക്റ്റ് നെയിം പ്രൈസ്, പ്രൊഡക്റ്റ് നെയിമും പ്രൈസും പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഫ്രം പ്രോഡക്ട്സ് വേർ കാറ്റഗറി ഇൻ. ഈ ഒരു ക്ലോസ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, കാറ്റഗറി ഇൻ. എന്താ ഇൻ എന്നുള്ള ക്ലോസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൊറി വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇൻ സോപ്പ്, പേസ്റ്റ്, പെൻ. ഈ 3 കാറ്റഗറിയിലും ഉള്ളത്, അതാണ് ഇൻ എന്ന് പറഞ്ഞത്, ഇൻ ദിസ്. ഓക്കെ, അതിലുള്ള കണ്ടന്റുകൾ മാത്രം എന്ത് പ്രിന്റ് ചെയ്യണം, അതിലെ പ്രൊഡക്റ്റ് നെയിമും അതിന്റെ പ്രൈസും മാത്രം പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ലെക്സ് അത് പെന്നാണല്ലോ,
കോൾഗേറ്റ് അത് പേസ്റ്റ് ആണല്ലോ, ഹമാം അത് സോപ്പാണല്ലോ. ഈ 3 കാറ്റഗറി ഉള്ളൂ. സെല്ലോ അത് പെന്നാണ്, ക്ലോസപ്പ് അതെന്താണ് പേസ്റ്റ് ആണ്, ലെക്സ് അത് സോപ്പാണ്. ഓക്കെ, ആ 3 കാറ്റഗറിയിലുള്ള കണ്ടന്റ് അത് അവരുടെ പ്രൈസുകളും കൂടെ പ്രിന്റിൽ കിട്ടി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കുറി ഡിസ്പ്ലേ ദ പ്രോഡക്ട്സ് ഹൂസ് ക്വാണ്ടിറ്റി ലെസ് ദാൻ 20 ഓർ ഗ്രേറ്റർ ദാൻ 100. ഡിസ്പ്ലേ ദ പ്രോഡക്ട്സ്, സോ പ്രോഡക്റ്റ് നെയിം പ്രിന്റ് ചെയ്യണം. ഹൂസ് ക്വാണ്ടിറ്റി ലെസ് ദാൻ 20 കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ അവയും, അതല്ലെങ്കിൽ ഓർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 100 എബോവ് വരുന്ന ക്വാണ്ടിറ്റി ഉള്ള പ്രോഡക്ട്സ് ഉണ്ടോ, ഉണ്ട്, അത്തരം പ്രോഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യിപ്പിക്കണം. കോറി നോക്കി, സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് പ്രിന്റ് ചെയ്യിക്കണം. പ്രൊഡക്റ്റ് എന്ന ടേബിളിൽ എല്ലാ കണ്ടന്റും പ്രിന്റ് ചെയ്യിപ്പിക്കണം. വേർ ക്വാണ്ടിറ്റി ലെസ് ദാൻ 20 ഓർ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 100 കണ്ടോ, ഓർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പ്രൊഡക്റ്റ് ടേബിൾ എല്ലാം പ്രിന്റ് ചെയ്തു, പക്ഷെ ആ പ്രൊഡക്റ്റ് ടേബിൾ എന്തൊക്കെയുണ്ട് കണ്ടന്റ്, പ്രോഡക്റ്റ് ക്വാണ്ടിറ്റി ലെസ് ദാൻ 20 ഉള്ളതായിരിക്കും. ലെസ് ദാൻ 20 ഉള്ള ക്വാണ്ടിറ്റി ലെസ് ദാൻ 20 അത്, ഗ്രേറ്റർ ദാൻ 100 വരുന്ന ക്വാണ്ടിറ്റി ഒന്നുമില്ല കണ്ടോ, ക്വാണ്ടിറ്റി എബവ് 100 ഇല്ല, അതുകൊണ്ട് പ്രിന്റ് ചെയ്യില്ല, എല്ലാം ലെസ് ദാൻ ആണ്. ലെസ് ദാൻ 20 ഉള്ളത് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കുറി ഫോർത്ത് വണ്ണിലെ കഴിഞ്ഞ് ഫിഫ്ത്ത് വൺ ഡിസ്പ്ലേ ദ പ്രോഡക്ട്സ് ഹൂസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് സി. സി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന പ്രോഡക്റ്റ് നെയിം ഏതാണോ അത് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഡിസ്പ്ലേ ദ പ്രോഡക്ട്സ് ഹൂസ് നെയിംസ് സ്റ്റാർട്ട് വിത്ത് സി. സി എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ഏതൊക്കെ ഉണ്ടോ അത് പ്രിന്റ് ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞു. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വേർ പ്രോഡക്റ്റ് നെയിം ലൈക്ക്. ഈ ഒരു കീവേഡ് ഉപയോഗിക്കുക, ലൈക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ലൈക്ക് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ട്, ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ, ഏതുപോലെ, സി ഫസ്റ്റ് ലെറ്റർ സി ആയിരിക്കണം. ദെൻ പെർസെന്റേജ് പറഞ്ഞാൽ എന്താ, ബാക്കി എനി ടെക്സ്റ്റ് എത്ര ടെക്സ്റ്റ് വരെ റൈറ്റ് സൈഡിൽ കൊടുക്കാം. ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം, സി ആയിരിക്കണം. സെക്കൻഡ് ലെറ്റർ എന്തും ആകാം, തേർഡ് ലെറ്റർ എന്തും ആകാം. ഓക്കെ, തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് എത്ര ലെറ്റേഴ്സ് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അത് കംപ്ലീറ്റ് എന്തായിരിക്കാം, ഏത് രൂപത്തിൽ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും, സി ആയിരിക്കും. അതിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, സി ആയിരിക്കും എന്നാ പറഞ്ഞത്. ഓക്കെ, എൻ്റെ അടുത്ത് ചോദിക്കാം, സി കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് എല്ലാം സി ആണ് വരുന്നത് അല്ലെ, സി 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 സി. അപ്പോൾ സി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂസ് നമുക്ക് ജസ്റ്റ് ചേഞ്ച്, സി ഫസ്റ്റ് ലെറ്റർ സി ആയിരിക്കണം. സെക്കൻഡ് ലെറ്റർ നമുക്കൊന്ന് മാറ്റി കൊടുക്കുക, വെക്കുക എല്ല് വരുന്ന 3 ഉണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്ക് സി എല്ലിനൂടെ കൊടുക്കണം. ഫസ്റ്റ് ലെറ്റർ സിയും സെക്കൻഡ് ലെറ്റർ എല്ലും, ബാക്കിയുള്ള ടെക്സ്റ്റുകൾ ഏത് രൂപത്തിലായിരിക്കാം അങ്ങനെയുള്ളത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ. ആണോ, സി എൽ ഫസ്റ്റ് 2 ലെറ്റർ സി എൽ, ബാക്കിയുള്ള എന്തായി കാണല്ലോ. ഓക്കെ, അപ്പൊ കോഡ് നമുക്ക് എങ്ങനെയാണ്, ലൈക്ക് പോലെ, ഇതുപോലെ ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് ഈ വരുന്ന ലെറ്റർ നോക്കാം. ഒക്കെ കുറി ഇല്ലാത്തതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ലാസ്റ്റ് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ എന്ത് ലെറ്റേഴ്സും ആകാം, പെർസെന്റേജ് ആണ് കൊടുത്തതാണ്, എന്ത് ലെറ്റേഴ്സും ആകാം, എത്ര ലെറ്റേഴ്സും ആകാം. ലാസ്റ്റ് ലെറ്റർ ഇ ആയിരിക്കണം, സ്മോൾ ലെറ്റർ ഇ. അങ്ങനെയുള്ള ഓപ്ഷൻ നോക്കി, ലാസ്റ്റ് ഈ വരെ അണ്ടറുള്ളൂ, കോൾഗേറ്റ്, ക്ലാസ്മേറ്റ്. ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പെർസെന്റേജ് ലൈക്ക് എന്ന രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഏതെല്ലാം രൂപത്തിൽ നമുക്ക് കൊടുക്കാം ലൈക്ക്. പെർസെന്റേജ് ആണ് മനസ്സിലാക്കുക, ഏതെല്ലാം. ഇപ്പൊ നോക്കി ഒരു കാര്യം കൂടെ, ഫസ്റ്റ് ലെറ്റർ സി, സെക്കൻഡ് ലെറ്റർ എൽ, അതിന്റെ ഇടയിൽ എത്ര ലെറ്റേഴ്സ് വേണമെങ്കിലും വരാം. കാണുന്നുണ്ടോ, ഫസ്റ്റ് ലെറ്റർ സി, കൾച്ചർ മാറ്റാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ സി, സെക്കൻഡ് ലെറ്റർ എൽ, ദെൻ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് അങ്ങനെ സെൻട്രൽ എത്ര ലെറ്റേഴ്സും ആകാം, പക്ഷെ ലാസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം, ഇ ആയിരിക്കും. അങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യാം. ഒരു ലെറ്റർ ഉണ്ടോ, ഒരു എലിമെന്റ് ഉണ്ട്, ക്ലാസ്മേറ്റ്, സിയും എല്ലും ഫസ്റ്റ് ലെറ്റർ വരുന്നുണ്ട്, ഫസ്റ്റ് 2 ലെറ്റേഴ്സ്, ലാസ്റ്റ് ഇയും വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് എത്ര ലെറ്റേഴ്സും ആകാം, ഏത് ലെറ്റേഴ്സും ആകാം. ക്ലിയർ അല്ലേ? അപ്പൊ ലൈക്ക് എന്ന് പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വറീസ് നമുക്ക് ടൈപ്പിൽ ഉണ്ടാക്കാം. ക്ലിയർ? നെക്സ്റ്റ് ക്വറി, ഡിസ്പ്ലേ the products which not belongs to the category paste. പേസ്റ്റ് പറഞ്ഞ കാറ്റഗറിയിൽ ഉണ്ടാവാൻ പാടില്ല, നോട്ട് ബിലോങ്സ് ടു, അതിൽ ഉൾക്കൊള്ളിക്കാത്ത പ്രൊഡക്റ്റ് ഏതൊക്കെയുണ്ട്. പേസ്റ്റ് എന്ന കാറ്റഗറി ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലും പ്രിന്റ് ചെയ്യിപ്പിക്കാനുള്ള കോഡാണ് പറഞ്ഞത്. നോക്കാം, കുറി നോക്കാം. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് വേർ കാറ്റഗറി നോട്ട് ഇൻ പേസ്റ്റ്. പേസ്റ്റ് കാറ്റഗറി വരുന്ന പ്രൊഡക്റ്റ് അല്ലാത്ത എല്ലാം പ്രിന്റ് ചെയ്യാം. നോട്ട് ഇൻ കണ്ടോ, നേരത്തെ ഇൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ, ഇൻ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇൻ എന്ന കേസ് ഇതായോ, ഓറിന് മുമ്പ് ഒരു ഇൻ എന്ന കാറ്റഗറി, ഇൻ സോപ്പ് പേസ്റ്റ് പെൻ. അതിന്റെ ഓപ്പോസിറ്റ് നോട്ട് ഇൻ പേസ്റ്റ്, പേസ്റ്റ് ആവാൻ പാടില്ല, ബാക്കിയുള്ള പ്രൊഡക്റ്റ് ഏതാവാം.
കണ്ടോ? ഇതിലൊക്കെ കാറ്റഗറിയിൽ പേസ്റ്റ് കാണാണ്ടോ? ഇല്ലല്ലോ. ബുക്ക് ഉണ്ട്, പെൻസിൽ ഉണ്ട്, സോപ്പ് ഉണ്ട്, പേസ്റ്റ് ഓപ്ഷൻ കാണാല്ലോ. 8 റോസ് ഉള്ളു. ഇപ്പൊ 2 ഓപ്ഷൻസ് ഉണ്ട് പേസ്റ്റ് ആയിരുന്നില്ല. 10 വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്തില്ലല്ലോ. ഓക്കെ. സോ നോട്ട് ഇൻ പേസ്റ്റ്. പേസ്റ്റ് അല്ലാത്ത എല്ലാം പ്രിന്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? the last query, display the products whose second letter is A and belongs to the category soap. സോപ്പ് പറഞ്ഞ കാറ്റഗറി ഉൾപ്പെടും വേണം, മാത്രമല്ല സെക്കൻഡ് ലെറ്റർ എ ആയിരിക്കും വേണം. അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഏതൊക്കെയാണ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? സെക്കൻഡ് ലെറ്റർ എന്ന് പറഞ്ഞതായിരിക്കും. ഫസ്റ്റ് ലെറ്റർ എന്തോ ആവാമല്ലോ, സെക്കൻഡ് ലെറ്റർ എ ആയിരിക്കണം, മസ്റ്റ് ആണ്. അപ്പൊ ലൈക്ക് എന്ന് കൊടുക്കണം. ക്ലിയർ അല്ലേ? ദെൻ ബിലോങ്സ് ടു എന്ന് പറയുന്നതായിരിക്കണം ഇൻ, IN, ഇൻ എന്നുള്ള ഈ ലെറ്റർ കൊണ്ട് കൊടുക്കണം. അതുകൊണ്ട് കൊടുത്താൽ ബിലോങ്സ് ടു വർക്ക് ചെയ്യുള്ളൂ. നോക്കാം, കൂടെ നോക്കാം. ഓക്കെ. സെലക്ട് പ്രോഡക്റ്റ് നെയിം ഫ്രം പ്രോഡക്ട്സ്. പ്രോഡക്ട്സ് എന്ന ടേബിളിൽ പ്രോഡക്റ്റ് നെയിം പിക്ക് ചെയ്യണം. വേർ പ്രോഡക്റ്റ് നെയിം ലൈക്ക് അണ്ടർസ്കോർ എ. നേരത്തെ നമ്മൾ പെർസെൻറ്റേജ് ആ കൊടുത്തത്, ഓർക്കില്ലേ? പെർസെൻറ്റേജ്. ഈ പെർസെൻറ്റേജ് പറഞ്ഞാൽ എന്താണ്? അവിടെ ഏത് ലെറ്ററും ആവാം, എത്ര ലെറ്റേഴ്സും വരാം. കൗണ്ട് ഒരു പ്രശ്നമല്ല. 2 ലെറ്റർ ആകാം, 4 ലെറ്റേഴ്സ്, 5 ലെറ്റേഴ്സ്, എത്ര ലെറ്റേഴ്സും ആകാം, ഏത് ലെറ്ററും ആകാം. പക്ഷെ അണ്ടർസ്കോർ കൊടുത്താൽ അവിടെ ഒരേ ഒരു ലെറ്ററേ പാടുള്ളൂ. അണ്ടർസ്കോർ പറഞ്ഞാൽ ഒരു ലെറ്ററിനെ സൂചിപ്പിക്കുന്നതാണ്. പെർസെൻറ്റേജ് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലെറ്റേഴ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ഏത് ലെറ്ററും ആവാം, ഫസ്റ്റ് ലെറ്റർ എനിത്തിങ്, A to Z വരെ ഏത് ലെറ്ററും ആവാം. പക്ഷെ ഒരു ലെറ്റർ അവിടെ വരാൻ പാടുള്ളൂ. അതാണ് അണ്ടർസ്കോർ കൊടുത്തത്. 2 ലെറ്ററുമാണ് വരെങ്കിലോ 2 തവണ അണ്ടർസ്കോർ കൊടുക്കുക. ക്ലിയർ? ദെൻ ഫസ്റ്റ് ലെറ്റർ എനിത്തിങ് എന്തും ആവാം. സെക്കൻഡ് ലെറ്റർ എന്തായിരിക്കണം? A ആയിരിക്കണം. അത് മസ്റ്റ് ആണ്. അതിനുശേഷം വരുന്ന പെർസെൻറ്റേജ് ആണ്. അതിനുശേഷം എനി ടെക്സ്റ്റ് ആവാം. ഓക്കെ. ലൈക്ക് അണ്ടർസ്കോർ എ പെർസെൻറ്റേജ് ആൻഡ് കാറ്റഗറി. അത് മാത്രം പോരാ, കാറ്റഗറി ഇൻ സോപ്പ്. കണ്ടോ ഇവിടെ പറയണ്ടല്ലോ, ഹൂസ് സെക്കൻഡ് ലെറ്റർ ഈസ് എ ആൻഡ് ബിലോങ്സ് ടു ദ കാറ്റഗറി സോപ്പ്. സോപ്പിൽ ബിലോങ്ങിങ് ആയിരിക്കണം. ഓക്കെ. അതുകൊണ്ട് എന്താണ്? ഇൻ സോപ്പ് എന്നാണ്. നോക്കാം. ഹമാം എന്നുള്ള കണ്ടന്റ് മാത്രം. ഇത് സോപ്പ് അല്ലേ? ഹമാം സോപ്പാണ്. അതുകൊണ്ട് അതിന്റെ രണ്ടാമത്തെ ലെറ്റർ എന്താണ്? എ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എ. ഇനി ഫസ്റ്റ് ലെറ്റർ എന്താണ്? അത് പറഞ്ഞില്ലല്ലോ. ഫസ്റ്റ് ലെറ്റർ എന്താ? എനിത്തിങ്, എന്തും ആവാം. അതാണ് H എന്ന് കൊടുത്തുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞത് ഇൻ, നോട്ട് ഇൻ, അത് രണ്ടാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. കൂടാതെ ലൈക്കും. ഈ 3 കണ്ടന്റ് വരുന്ന ക്ലോസസ് ആണ് പഠിച്ചത്. ലൈക്ക്, ഇൻ, നോട്ട് ഇൻ. പിന്നെ വേറെ കണ്ടീഷൻ വെച്ചുള്ള പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ നെക്സ്റ്റ് പ്രോഗ്രാമുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.